ഹലോ, അപ്പം നമുക്കിന്ന് ഹിബയുടെ വീട്ടിൽ പോയാലോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ്. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ സ്വന്തം നാടായാൽ പോലും അവളുടെ ഭാഗം വേറെ ഭാഗമാണ്. അപ്പം ഞാൻ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുറേ നാളായി വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ആ വീട്ടിൽ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾ ക്യാമറയുടെ മുന്നിൽ വന്നില്ല. അനിയത്തിയാണെങ്കിൽ ഒട്ടും വരില്ലായിരുന്നു. അവളുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. അനിയത്തിയാണെങ്കിൽ ഒട്ടും വരില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ വീട്ടിലെ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തൊരു ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം അവിടെ കാണാൻ കുറച്ച് വൈബുള്ള സ്ഥലങ്ങൾ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആ വഴിക്ക് കാണാൻ പോവാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ള വഴിയാണിത്. അപ്പം നമ്മളവിടെ എത്തി. എൻ്റെ പൊന്നോ, മഴയില്ലാത്താനും വലിയ വെള്ളം ഉണ്ടായിരുന്നില്ല. മഴക്കാലമാകുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് ഇവിടെ എസ്തറ്റിക് വൈബാവും എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇവിടെ മയിലും എല്ലാ തരം അത്യാവശ്യം സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ചെമ്പോത്തിനെ കണ്ടു കുറേ നാളായിരുന്നു. അപ്പോൾ ചെമ്പോത്തിനെ കണ്ടു. പിന്നെ അവിടുത്തെ പ്രകൃതി രമണീയമായ സംഭവങ്ങളൊക്കെ കണ്ട് എന്താ പറയുക, അങ്ങനെ രസിച്ച് നിന്നു. കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നല്ല വ്യൂ ആയിരുന്നു. കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ വൈബ് കിട്ടിയാനെ. ഇതിപ്പോൾ സാധാ മഴയായതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ ഒരു ചിറ പോലത്തെ സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ചുമ്മാ ഒന്ന് കയറി നോക്കി. ചുമ്മാ പോയതാട്ടോ വീഡിയോസൊക്കെ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ അവർ പോകാറുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. എന്താ പറയുക, നമുക്കൊരു നാടൻ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഓണോ വിഷുവോ കേരളപ്പിറവിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാടൻപരമായ ഫോട്ടോഷൂട്ട് എടുക്കാൻ നമുക്ക് പറ്റിയ ഏരിയ കേട്ടോ. പിന്നെ ഞാൻ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ചുമ്മാ വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു എന്താ പറയുക, എൻ്റെ വീടിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഞാൻ ഇതുവരെയായിട്ട് ഈ സൈഡിലേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ കൊടംപുളിയുടെ മരം കണ്ടു. ഞാൻ പണ്ട് കണ്ടതാണ് ചെറുപ്പത്തിലത്. അപ്പോൾ ഞാൻ കൊടംപുളിയുടെ മരം കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു കുഞ്ഞ് പാലുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാന്നുള്ള രീതിയിൽ അവിടേക്ക് നടന്നു. എൻ്റെ പൊന്നോ, ഇത് സൂപ്പർ സ്ഥലമായിരുന്നുണ്ടോ. കുറേ നേരം പിന്നെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഗോഷ്ടികളൊക്കെ കാണിച്ച് അവിടെ നിന്നു. ഒരു എസ്തറ്റിക് സ്ഥലം മീൻസ് ഞാൻ ഈ സ്ഥലങ്ങളൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വേറെ പാടം തോട് ഏരിയയാണ്. ഇത് വേറെ ചിറ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. അങ്ങനെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ചെറുപ്പത്തിലെ കണ്ട നമ്മുടെ പാമ്പിൻ്റെ പുറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടുവിട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ചെറുപ്പക്കാലമൊക്കെ ഓർമ്മ വന്നു. അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു. ആരും ക്യാമറയുടെ മുന്നിലേക്ക് വരില്ല, അതാണ് മെയിൻ പ്രോബ്ലം. എന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് നേരെ അവളുടെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹിബയുടെ വീട്ടിൽ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിട്ട് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനിയും നമ്മൾക്കൊരു വട്ടം കൂടി ഇവിടെ വരാനുണ്ട്, കാരണം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം. വീഡിയോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.